അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞതുപോലെ, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതുപോലെ, ഇരുട്ട് വന്ന് മൂടുന്നത് പോലെ, എല്ലാം അസ്തമിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കഴിയാതെ പോകുന്നുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ സ്നേഹിതർക്ക് നിങ്ങളെ സഹായിപ്പാൻ കഴിയാതെ പോകുന്നുണ്ടോ? ഇനിയൊരു പ്രതീക്ഷയുമില്ലെന്നാണോ നിങ്ങളെ നോക്കി ലോകം പറയുന്നത്? വൈദ്യശാസ്ത്രം തള്ളിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ ജീവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമല്ല. നമ്മെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, നിങ്ങളെ സൃഷ്ടിച്ച ദൈവം. നിങ്ങളുടെ അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം, കുറവുകളെ കാണുന്ന ദൈവം, അത് പരിഹരിക്കുവാൻ ശക്തനായൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്നും തീർന്നിട്ടില്ല, എല്ലാം തീർന്നു എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ദൈവമില്ല. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതുവഴി തുറക്കുവാൻ കഴിയും. ദൈവത്തിൽ നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. നമ്മുടെ ദൈവം നമ്മെ കുറവ് തീർത്ത് പണിയുന്ന ദൈവമാണ്. യഹോവ വീട് പണിയുന്നവനാണ്. യഹോവ പട്ടണം കാക്കുന്നവനാണ്. യഹോവ യെരൂശലേമിനെ പണിയുന്നവനാണ്. രാഷ്ട്രത്തെ പണിയുവാൻ ദൈവത്തിന് കഴിയും. കുടുംബത്തെ പണിയുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ തന്നെ ദൈവം തൻ്റെ പ്രവാചകനെ കുശവൻ്റെ ഭവനത്തിലേക്ക് അയച്ചു. കുശവൻ ചക്രത്തിന്മേൽ കളിമണ്ണ് കൊണ്ടുള്ള വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാത്രം ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുക. ആ കളിമണ്ണ് രൂപപ്പെടുത്തി അതൊരു പാത്രമായി പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പ് തൻ്റെ കയ്യിലിരുന്ന കളിമണ്ണ് ചീത്തയായിപ്പോയി. പ്രവാചകനോട് ദൈവം പറഞ്ഞു, നീ ശ്രദ്ധിച്ചു നോക്ക്. പ്രവാചകൻ നോക്കിയപ്പോൾ ആ ചീത്തയായിപ്പോയ കളിമണ്ണിനെ കുശവൻ വീണ്ടും കരങ്ങളിലെടുക്കുകയാണ്. അതിനെ താൻ മറ്റൊരു മാലപാത്രമാക്കി തീർത്തു. ദൈവം തൻ്റെ പ്രവാചകനിലൂടെ തൻ്റെ ജനത്തോട് വിളിച്ചു പറഞ്ഞു, കുശവൻ്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കരങ്ങളിലിരിക്കുകയാണ്. കുശവൻ ഇങ്ങനെ പണിതതുപോലെ എനിക്ക് നിങ്ങളെ പണിയുവാൻ കഴിയുകയില്ലേ? ഞാൻ നിങ്ങളെ സൃഷ്ടിച്ച ദൈവമല്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവം രാഷ്ട്രത്തെ പണിയുന്നവനാണ്, കുടുംബത്തെ പണിയുന്നവനാണ്. അപ്പോൾ തന്നെ ഉടഞ്ഞുപോയ പാത്രത്തെ പോലെ തകർന്നുപോയ നിങ്ങളുടെ ജീവിതത്തെ, ഇരുട്ട് വന്ന് മൂടിയ നിങ്ങളുടെ ജീവിതത്തെ, പ്രതീക്ഷകൾ അസ്തമിച്ച നിങ്ങളുടെ ജീവിതത്തെ പുതുക്കി പണിയുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനാവുമ്പോൾ ദൈവം അബ്രഹാമിന് തന്നെ വെളിപ്പെടുത്തിയത് സർവശക്തിയുള്ള ദൈവമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സൃഷ്ടാവാണ്. സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവം സർവശക്തനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുവാൻ ഈ താണഭൂമിയിലേക്ക് വന്നത്, കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചത്, അതൊന്നും ഇന്ന് പകൽ വെറുതെയല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ യേശു വിടുവിക്കുന്ന ദൈവമായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിച്ചാൽ മതി. ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ പറ. ഒന്നും തീർന്നിട്ടില്ലെന്ന് പറ. അങ്ങനെ വിശ്വസിച്ച് പരാജയങ്ങളെ അതിജീവിച്ച
ഒരു വലിയ സമൂഹമുണ്ട്. പിതാക്കന്മാർ നാം കടന്നു പോകുന്നത് പോലെ സമാനമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിട്ടും തകർന്നു പോകാത്തവർ, ജീവിച്ചവർ, അതിജീവിച്ചവർ, മുന്നേറിയവർ, വിജയം കൈവരിച്ചവർ നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. ഒന്നും അവസാനിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്. ദൈവം നിങ്ങളുടെ തല ഉയർത്തുന്നവനാണ്, സ്ഥിതി മാറ്റുന്നവനാണ്. വിശ്വസിക്ക്, ദൈവത്തിൽ ആശ്രയിക്ക്, ദൈവത്തോട് ചേർന്നിരിക്കുക, പ്രാർത്ഥിക്കുക. ദൈവത്തിന് സകലവും സാധ്യമാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.